ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, പുരാതന ഭാരതീയ സംസ്കൃതി സ്ത്രീയെ ശക്തി എന്നാണ് വിളിച്ചിരുന്നത്. ജീവശാസ്ത്രപരമായി തന്നെ അത് സത്യമാണ്. സ്ത്രീ ശരീരത്തിൽ ധാരാളമായി കാണുന്ന മാംസളഭാഗങ്ങൾ ഊർജ്ജ കലവറകളായ ആഡിപ്പോസ് ടിഷ്യൂസ് ആണ്. വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കിയാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 15-ാം വയസ്സിൽ കയ്യിൽ 300 രൂപയുമായി വീട് വിട്ട ചിനു കാല എന്ന പെൺകുട്ടി ഓരോ വീടും കയറി ഇറങ്ങി നടന്ന് സാധനങ്ങൾ വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തിയത്. ഇന്ന് 200 കോടി രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനിയുടെ ഉടമയാണ് ആ പെൺകുട്ടി. 1981 ഒക്ടോബർ 10 അങ്ങ് രാജസ്ഥാനിലാണ് ചിനു കാല ജനിച്ചത്. ഏറെ പ്രയാസകരമായിരുന്നു അവളുടെ വീട്ടിലെ അന്തരീക്ഷം. ഇനി ഒരു ദിവസം പോലും വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റില്ലെന്നായപ്പോൾ ആ കൗമാരക്കാരി വീട് വിട്ടിറങ്ങി. എന്തിനു പറയുന്നു, നാട് നീളെ അലഞ്ഞു നടന്ന് സാധനങ്ങൾ വിറ്റുകൊണ്ട് ഉപജീവനം കണ്ടെത്തി. പിന്നീട് വെയിട്രസ്സായി ജോലി ചെയ്തു. എന്നാൽ ഇപ്പോൾ റൂബൻസ് ആക്സറീസ് എന്ന കമ്പനിയുടെ ഉടമയാണ് കക്ഷി. അതേക്കുറിച്ച് ചിനു കാല തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യമായും എനിക്കതിന് ഉത്തരമില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. 2 ജോഡി വസ്ത്രങ്ങൾ, 2 ചെരുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 2 ദിവസം എനിക്കാകെ ഭയമായിരുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസം വേണ്ടി വന്നു അതുമായി ഒന്ന് പൊരുത്തപ്പെടാൻ. പിന്നെ താമസിക്കാൻ ഒരു ഡോർമെറ്ററി കണ്ടുപിടിച്ചു. ചിനുകാല താമസിച്ച ഡോർമെറ്ററിയിൽ ഒരു ദിവസം ഒരു ബെഡിന് 20 രൂപയായിരുന്നു വാടക. ആ തുക തന്നെ കണ്ടെത്താൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടിയിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന ആഗ്രഹം എനിക്ക് ശക്തമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള ആരെക്കാളും കൂടുതൽ അധ്വാനിക്കാൻ ഞാൻ തയ്യാറായിരുന്നത്. ചിനുകാല തുടരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീടുകൾ കയറി ഇറങ്ങി കത്തിയും വീട്ടാവശ്യത്തിനുള്ള വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന ജോലി തുടങ്ങിയത്. അങ്ങനെ ദിവസവും 20 മുതൽ 60 രൂപ വരെ കിട്ടുമായിരുന്നു. അത് 1990കളുടെ അവസാന കാലത്താണ്. അത് തികച്ചും വ്യത്യസ്തമായ കാലമായിരുന്നു. ചുമ്മാ വീടുകളിലേക്ക് കയറി ചെന്ന് ഡോർബെൽ അടിക്കാം, ആളുകളോട് സംസാരിക്കാം. എന്നാലും തൻ്റെ മുഖത്ത് കൊട്ടിയടയ്ക്കപ്പെട്ട ഓരോ വാതിലും ഓരോ തിരസ്കാരവും തന്നെ ഷോക്ക് പ്രൂഫാക്കി അതിൻ്റെ കരുത്തുമായി താൻ പോലും അറിയാതെ മാറുകയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചിനുവിന് പ്രമോഷനായി. 16-ാം വയസ്സിൽ 3 പെൺകുട്ടികളെ ബിസിനസ്സിൽ പരിശീലിപ്പിക്കണം. അതായത് ഒരു സൂപ്പർവൈസർ പദവി. കൂലി അല്പം കൂടി കൂടുതൽ കിട്ടി. അങ്ങനെയാണ് താൻ സെയിൽസ് ട്രെയിനിങ് തുടങ്ങുന്നതെന്ന് ചിനു തുറന്നു പറയുന്നു. ഒരു ബിസിനസ്സുകാരിയാവുക എന്ന മോഹം ചിനുവിന് എപ്പോഴും ഉണ്ടായിരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് തനിക്ക് വിജയിപ്പിക്കാനാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അന്നന്നത്തെ ഭക്ഷണം കഴിക്കുവാനുള്ള പണം ഉണ്ടാക്കുന്നതാണ് വിജയമെന്ന് തോന്നിയ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു ഇവർക്ക്. ഇന്ന് 38 വയസ്സുള്ള ചിനു കാലയ്ക്ക് 15-ാം വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിയതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല. പിന്നെ അവർ പഠിച്ചതെല്ലാം അനുഭവങ്ങളിൽ നിന്നായിരുന്നു. തുടർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ വെയിട്രസ്സായി വൈകിട്ട് 6 മുതൽ 11 വരെ ആയിരുന്നു അവിടെ ജോലി. തെല്ലും മടിയില്ലാതെ അവൾ ആ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പല പല ജോലികളിലൂടെ ചിന്നു വളർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 3 വർഷത്തോടെ സാമ്പത്തികമായി ഒരു സ്ഥിരതയൊക്കെ കൈവന്നു. 2004 ചിനു അമിത് കാലയെ വിവാഹം ചെയ്തു. ബംഗളൂരുവിലേക്ക് താമസം മാറ്റി. 2 വർഷത്തിന് ശേഷം ഗ്ലാഡ്രാഗ് മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തു. കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് സത്യത്തിൽ ഈ മത്സരത്തിൽ അവർ പങ്കെടുത്തത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹാൾ നിറയെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അതിനിടയിൽ ചിനു ആകട്ടെ പഠനം പോലും പൂർത്തിയാക്കാത്തവൾ. ഇവിടെ ചിനുവിന് ചുറ്റും ഒരുപാട് യോഗ്യതയുള്ളവർ, വിജയം കൊയ്തവർ. അത് തന്നെ ഭയപ്പെടുത്തുന്നെന്ന തോന്നലായിരുന്നു ആദ്യം അവൾക്കുണ്ടായത്. എന്നാൽ ഉറച്ച മനസ്സുമായി ആ മത്സരത്തിൻ്റെ ഫൈനലിൽ ചിനു എത്തി. പിന്നീട് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുകയായിരുന്നു. ഫാഷൻ ഇവർക്കെന്നും ഒരു ഹരമായിരുന്നു. എന്നാൽ അതിന് ചിലവഴിക്കാൻ പണമുണ്ടായിരുന്നില്ല എന്ന് മാത്രം. പിന്നീട് അവർ മോഡലിങ്ങിലേക്ക് തിരിഞ്ഞു. ഫാഷൻ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ചിനു ഒരു കാര്യം ശ്രദ്ധിച്ചു. ഫാഷൻ ജുവലറിയുടെയും മറ്റും കാര്യത്തിൽ വലിയ ദൗർലഭ്യമാണ് അന്നുണ്ടായിരുന്നത്. ആ സാധ്യതയാണ് ചിനു പ്രയോജനപ്പെടുത്തിയത്. അതുവരെ പല ജോലികളും എടുത്ത് സൂക്ഷിച്ചു വച്ച സമ്പാദ്യം മുഴുവൻ
ഉപയോഗിച്ച് ഇവർ റൂബൻസ് തുടങ്ങി. അങ്ങനെ 2014 ഈ കമ്പനി തുടങ്ങുമ്പോൾ അത് തൻ്റെ ഒരു ചിന്ത മാത്രമായിരുന്നു. ഒരു ചെറിയ റീറ്റെയിൽ സ്പേസ് പോലും കിട്ടാൻ ബംഗളൂരുവിൽ വലിയ പാടായിരുന്നു. 6 മാസം എടുത്തു അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ തന്നെ. റൂബൻസിൽ എത്നിക്കും വെസ്റ്റേണും അടക്കമുള്ള ആഭരണങ്ങൾ അത് ഏതാണ്ട് 229 രൂപ മുതൽ 10,000 രൂപ വരെയുണ്ട്. ബാംഗ്ലൂരിൽ തുടങ്ങിയ ഈ ജുവലറി ഷോപ്പിന് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലും ഹൈദരാബാദിലും ശാഖകളുണ്ട്. ഏറെ ആത്മവിശ്വാസത്തോടെ ചിനു പറയുന്നത് കേൾക്കൂ. ഓരോ ദിവസത്തെ ജോലിയിലും എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടാവണം. അത് പുതിയൊരു കാര്യം പഠിക്കുന്നതിലായിരിക്കാം, അതുമല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കാം. താൻ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന കാര്യം ഒരിക്കലും മറക്കില്ല. ഇന്നിപ്പോൾ തനിക്ക് 25 പേർക്ക് ശമ്പളം കൊടുക്കാനാവുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. താൻ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നു. തൻ്റെ ബ്രാൻഡുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ വ്യക്തികൾക്ക് പ്രചോദനമായി ചിനുകാല പ്രവർത്തിക്കുന്നു. പ്രതിബന്ധങ്ങൾ എത്ര ഭയാനകമായി തോന്നിയാലും സ്ഥിരോത്സാഹത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി എന്തും സാധ്യമാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലായി അവളുടെ കഥ മാറിയിരിക്കുന്നു. അവളുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിലൂടെയും അചഞ്ചലമായ ചൈതന്യത്തിലൂടെയും അവൾ വിജയം കൈവരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അവരുടെ സ്വപ്നങ്ങൾ നിരന്തരമായി പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നോർക്കുക, ലോകമെമ്പാടും ഔദ്യോഗിക മേഖലയിലും സംരംഭക രംഗത്തും ഒട്ടേറെ വനിതകൾ ഇന്ന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണം സർക്കാർ തലത്തിലും സാമൂഹിക തലത്തിലും മുഖ്യ വിഷയം തന്നെയാണ്. അതുകൊണ്ട് കേവലം ഒരു ജോലിക്കായി കാത്തിരുന്ന് കാലം കഴിക്കാതെ സ്വയം തൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്തി മുന്നേറുകയാണ് വേണ്ടത്. എന്തും നേടാനുള്ള ആത്മവിശ്വാസം തീർച്ചയായും നമ്മിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ഗുഡ് ബൈ.